സ്റ്റോക്സ് തിയറത്തിൻ്റെ ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് വെരിഫിക്കേഷനാണ് സ്റ്റോക്സ് തിയറത്തിൻ്റെ. വെരിഫൈ സ്റ്റോക്സ് തിയറം ഫോർ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഐ പ്ലസ് വൈ മൈനസ് ഇസഡ് ജെ പ്ലസ് ഇസഡ് minus xk, where sigma is the portion of the plane x plus y plus z equal to 1 in the first octant. Assume that sigma is oriented upwards. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് x minus yi plus y minus zj plus z minus xk. അപ്പോൾ നമുക്ക് ഈ പോർഷൻ ഒന്ന് ഓക്കെ, ഇതാണ് നമ്മുടെ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. ആൻഡ് സിഗ്മ എന്ന് പറയുന്ന പോർഷൻ ഓഫ് ദ പ്ലെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിൻ എക്സ് ആക്സിസിൽ ഒരു യൂണിറ്റ് അകലെയും വൈ ആക്സിസിൽ ഒരു യൂണിറ്റ് അകലെയും ഇസഡ് ആക്സിസിൽ ഒരു യൂണിറ്റ് അകലെയും. അപ്പോൾ എക്സ് ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത് 1 0 0, വൈ ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത് 0 1 0 ആൻഡ് ഇസഡ് ആക്സിസിലെ പോയിന്റ് എന്ന് പറയുന്നത് 0 0 1. ഈ 3 പോയിന്റ്സും കൂടെ ചേർന്ന് കിട്ടുന്നത്, ആ 3 പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിൻ. അതിൽ എക്സ് വൈ പ്ലെയിനിൽ വരുമ്പോൾ അതൊരു ലൈനാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആൻഡ് വൈ ഇസഡ് വരുമ്പോൾ ഇക്വേഷൻ, ഈ ലൈനിൻ്റെ ഇക്വേഷൻ വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 ആൻഡ് ഇസഡ് എക്സ് പ്ലെയിനിൽ വരുമ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാനായിട്ട് ഇൻ്റഗ്രൽ ഓവർ എ ബിയിലൂടെ, പീസ് വൈസ് സ്മൂത്ത് ആയതുകൊണ്ട് എ ബിയിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എഗെയിൻ ബി സിയിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ എ സിയിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എ ബിയിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എ ബിയുടെ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ വേണം. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷന് എക്സിന് ടി കൊടുത്തു കഴിഞ്ഞാൽ വൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ വൈക്കാണ് ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വൈക്ക് ടി ഇവിടെ വൈക്ക് ടി കൊടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് ടി എന്ന് കിട്ടും. ആൻഡ് എ ബി എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലായതുകൊണ്ട് ഇസഡ് ഈക്വൽ ടു 0 വരും. ആൻഡ് ടി, അതായത് വൈയുടെ വേരിയേഷൻ വരുന്നത് ഇവിടെ 0 മുതൽ 1 വരെ. സോ ടിയുടെ വേരിയേഷനും 0 മുതൽ 1 വരെ. അപ്പോൾ നമുക്ക് എ ബിയിലൂടെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ഐ പ്ലസ് വൈ മൈനസ് ഇസഡ് ജെ പ്ലസ് ഇസഡ് മൈനസ് എക്സ് കെ. സോ ഫസ്റ്റ് കമ്പോണൻറ്റ് എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി ഇസഡ് പ്ലസ് വൈ മൈനസ് ഇസഡ് ഇൻറ്റു ഡി വൈ പ്ലസ് ഇസഡ് മൈനസ് എക്സ് ഇൻറ്റു ഡി ഇസഡ്. അപ്പോൾ എക്സിന് പകരം നമുക്ക് 1 മൈനസ് ടി, വൈക്ക് പകരം ടി, ഡി എക്സിന് പകരം മൈനസ് ഡി ടി. അതായത് ഇവിടെ നമുക്ക് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഉണ്ട്, ടീൻ്റെത് ഡി ടി. അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഡി ടി വരും. എഗെയിൻ വൈക്ക് പകരം ടി, ഇസഡ് എന്ന് പറയുന്നത് 0, ഡി വൈ, ഇവിടെ നിന്ന് ഡി വൈ എന്ന് പറയുന്നത് ഡി ടി വരും. ആൻഡ് പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 0 ആണ്. എഗെയിൻ എക്സ് എന്ന് പറയുന്നത് 1 മൈനസ് ടി, അപ്പം പുറത്ത് മൈനസ് ഉണ്ട്, എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് 1 മൈനസ് ടി. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ ടേംസ് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ ബാക്കി നമുക്കുള്ളത് -1 + 3t. സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ -1 + 3t ഇൻറ്റു ഡി ടി എന്ന് വരും, ഓവർ 0 to 1. -1ൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ടിയും പ്ലസ് 3 ഇൻറ്റു ടീൻ്റെ ഇൻ്റഗ്രൽ t²/2 ആൻഡ് അപ്ലൈങ് ലിമിറ്റ്സ് നമുക്ക് 1/2 എന്ന് കിട്ടും. അപ്പോൾ എലോങ് എ ബിയിലൂടെ നമുക്ക് 1/2 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അടുത്ത് നമുക്ക് എലോങ് ബി സി ആണ് വേണ്ടത്. ബി സി എന്ന് പറയുമ്പോൾ ബി സി ഏത് പ്ലെയിനിൽ വരുന്നതാണ്? ബി സി എന്ന് പറയുന്നത് വൈ ഇസഡ് പ്ലെയിൻ ആണ്. അപ്പോൾ വൈ ഇസഡ് പ്ലെയിൻ വരുമ്പോഴത്തേക്ക് അവിടെ എക്സ് 0 ആണ്, ഇസഡിന് ടി കൊടുക്കുക. അപ്പോൾ വൈ എന്ന് പറയുന്നത് 1 മൈനസ് ടി കിട്ടും. വേരിയേഷൻ 0 മുതൽ 1 വരെ. നേരത്തെ ചെയ്തതുപോലെ എക്സിനും വൈക്ക് അതത് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്ത് നോർമൽ ഇൻ്റഗ്രേഷൻ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 1/2 എന്ന് കിട്ടും. നൗ വി ഹാവ് ടു ഇൻ്റഗ്രേറ്റ് അലോങ് സി എ. സി എ എന്ന് പറയുന്ന ലൈന് എക്സ് ഇസഡ് പ്ലെയിനിൽ വരുന്ന ലൈനാണ്. സോ അവിടെ വൈ കമ്പോണൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ അയാളുടെ സി എയുടെ പാരാമെട്രിക് ഇക്വേഷനിൽ വൈ കമ്പോണൻറ്റ് 0 ആണ്, എക്സിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇസഡ് ഈക്വൽ ടു 1 മൈനസ് ടി. നേരത്തെ ചെയ്തതുപോലെ എക്സിനും വൈക്കും ഡി എക്സിനും എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്ത് നോർമൽ ഇൻ്റഗ്രേഷൻ, സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് നോർമൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ 1/2 എന്ന് കിട്ടും. അപ്പം എലോങ് നമ്മൾ 3 പീസ് വൈസ് സ്മൂത്ത് കർവിലൂടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. സോ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എ ബിയിലൂടെ വാല്യൂ, ബി സിയിലൂടെ ഉള്ള വാല്യൂ, സി എയുടെ ഉള്ള വാല്യൂ, 3ൻ്റെ വാല്യൂ 1/2 ആയതുകൊണ്ട് 3 × 1/2 കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് 3/2 എന്ന് കിട്ടും. ഇത് വെരിഫിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റോക്സ് തിയറത്തിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പം റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് കേൾ ഓഫ് വേണം. അപ്പോൾ കേൾ ഓഫിൻ്റെ ഫോമിലെ ഡിറ്റർമിനൻ്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. എക്സ് കമ്പോണൻറ്റ് ഐ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ, ജെ കമ്പോണൻറ്റ് തന്നിരിക്കുന്ന ഫോഴ്സ് സ്പീഡിലെ വൈ മൈനസ് ഇസഡ്, കെ കമ്പോണൻറ്റ് ഇസഡ് മൈനസ് കെ. കേൾ ഓഫ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഐ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എക്സ് ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് 0 പ്ലസ്
വൈ കമ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -(-1) വരും, അത് +1. നിങ്ങൾക്ക് അറിയാം കേൾ ഓഫ് എടുക്കാനായിട്ട്. അടുത്ത് -j ഇൻറ്റു എക്സ് കമ്പോണൻറ്റ് എടുക്കുമ്പോൾ -1, ഇവിടെ z കമ്പോണൻറ്റ് ഇല്ല, അത് 0 ആയിപ്പോൾ. +k ഇൻറ്റു എഗെയിൻ ഇവിടെ എക്സ് കമ്പോണൻറ്റ് ഇല്ല, അത് 0 ആയിപ്പോൾ. ഇവിടെ വൈ കമ്പോണൻറ്റ് -(-) വരും. സോ വി ഹാവ് കേൾ ഓഫ് i plus j plus k ആണ് കേൾ ഓഫ് ആയിട്ട് കിട്ടുന്നത്. ഇനി നമ്മുടെ സ്റ്റോക്സ് തിയറത്തിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് n ds എന്നുള്ളതാണ്, വിച്ച് ബിക്കംസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r. കേൾ ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടിയ i plus j plus k ആൻഡ് n എന്ന് പറയുന്നത് -∂z/∂x -∂z/∂y plus k ഇൻറ്റു dA എന്ന് കിട്ടും. അപ്പോൾ i plus j plus k ഡോട്ട് നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലത്തിൽ നമ്മൾ എന്നിന് പകരം -∂z/∂x ആയി -∂z/∂yj plus k എന്നാണ് കൊടുത്തത്. അതിന് റീസൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അസ്യൂം ദാറ്റ് സിഗ്മ ഈസ് ഓറിയൻറ്റഡ് അപ്വേർഡ്സ്. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചത് ഓറിയൻറ്റേഷൻ ഓഫ് നോൺ പാരാമെട്രിക് സർഫസിൽ നമ്മൾ രണ്ടാമത് പഠിച്ചത് ഇഫ് ദ സർഫസ് ഈസ് ഓറിയൻറ്റഡ് അപ്പ് ദെൻ ഫ്ലക്സ് എന്ന് പറയുന്ന ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r f ഡോട്ട്, അവിടെ നമ്മൾ വെക്ടറിന് കൊടുത്തത് -∂z/∂x -∂z/∂yj plus k. അതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. -∂z/∂xi -∂z/∂yj plus k ഇൻറ്റു dA. ഇനി നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ, പ്ലെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x + y + z = 1. അവിടെ നമുക്ക് ഇസഡിനെയാണ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പോൾ ഇസഡിന് ഒരു ഇക്വേഷൻ എടുക്കുക 1 - x - y. ഫസ്റ്റ് നമുക്ക് ∂z/∂x വേണം. വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് -1ഉം വിത്ത് റെസ്പെക്ട് ടു വൈന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് -1ഉം കിട്ടും. അപ്പോൾ മൈനസും കൂടെ +1 ആയി വരും. ഇവിടെ മൈനസും കൂടി +1j വരും. എഗെയിൻ k dA എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്കിനി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ i.i എന്ന് പറയുന്നത് 1 വരും, +j.j എന്ന് പറയുന്നത് 1 വരും, +k.k എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ 1 + 1 + 1 എന്ന് പറയുന്നത് 3 ആവും. 3 കോൺസ്റ്റൻ്റ് പുറത്തെടുക്കുക. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r dA എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് r എന്നാണ്. അപ്പോൾ നിങ്ങൾ r നോക്കുക. r എന്ന് പറയുന്നത് XY പ്ലെയിനിലോട്ടുള്ള പ്രൊജക്ഷനാണ് നമുക്ക് r. അപ്പോൾ r എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഒരു ട്രയാങ്കിളാണ് നമ്മുടെ റീജിയൻ ആയിട്ട് വരുന്നത്, വിച്ച് ഇസ് റൈറ്റ് ആംഗിൾഡ് ആയിരിക്കും. അപ്പോൾ ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് r എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഒരു യൂണിറ്റ് ആണ്, ഹൈറ്റും ഒരു യൂണിറ്റ് ആണ്. സോ വി ഗെറ്റ് ആൻസർ ആസ് 3/2. അപ്പോൾ ഈ സ്റ്റോക്സ് തിയറത്തിൻ്റെ വെരിഫിക്കേഷനിൽ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ചെയ്തപ്പോൾ നമുക്ക് ഒരേ ആൻസറാണ് കിട്ടിയത്, 3/2. ഹെൻസ് ഇറ്റ്സ് വെരിഫൈഡ്. സ്റ്റോക്സ് തിയറം വെരിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം വെരിഫിക്കേഷൻ അല്ല, യൂസ് സ്റ്റോക്സ് തിയറം ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ വെയർ എഫ് എന്ന് പറയുന്നത് z² i + 2xj - y³ k ആൻഡ് സി ഈസ് ദ സർക്കിൾ. സി എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അറൗണ്ട് സിയിലാണ്. അപ്പോൾ സി എന്ന് പറയുന്നത് x² + y² = 1 ഇൻ XY പ്ലെയിൻ വിത്ത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഓറിയൻറ്റേഷൻ ലുക്കിംഗ് ഡൗൺവേർഡ് പോസിറ്റീവ് z ആക്സിസ്. അപ്പോൾ നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് പോസിറ്റീവ് z ആക്സിസ് ആണ് ഓറിയൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിന് നമുക്ക് സ്റ്റോക്സ് തിയർ ഉപയോഗിച്ച് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ കേൾ ഓഫ് ഡോട്ട് n ds വേർ സിഗ്മ ഈസ് എനി ഓറിയൻറ്റഡ് സർഫസ് വിത്ത് സി ആസ് ഇറ്റ്സ് ബൗണ്ടറി. അതായത് നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ ബൗണ്ടറി ചെയ്തിട്ട് വി ടേക്ക് സിഗ്മ ആസ് ദ പ്ലെയിൻ സർക്കുലർ റീജിയൻ n = k. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് z ആക്സിസ് ആണ്. സോ ടേക്ക് n എന്ന് പറയുന്നത് k ആയിട്ട് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോമിലേക്കകത്തോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേൾ ഓഫ് വേണം. കേൾ ഓഫിൻ്റെ ഫോമിൽ ij_k, ഡിറ്റർമിനൻറ്റ് ij_k, ∂/∂x, ∂/∂y, ∂/∂z ആൻഡ് എഫ് കമ്പോണൻസ് എന്ന് പറയുന്നത് z² 2x - y³. സോ കേൾ ഓഫ് ഇവാലുവേറ്റ് ചെയ്യുക i ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈക്ക് എടുക്കുമ്പോൾ -3y². ഇവിടെ വരുമ്പോൾ ഇസഡിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡെറിവേറ്റീവ് 0. -j ഇൻറ്റു ഇവിടെ നമുക്ക് എക്സിൻ്റെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡെറിവേറ്റീവ് 0. ഇസഡിൻ്റെ ടേംസ് എടുക്കുമ്പോൾ -2z വരും. +k ഇൻറ്റു എഗെയിൻ ഇവിടെ 2 വരും. ഇങ്ങോട്ട് ഡെറിവേറ്റീവ് 0 ആവും. സോ കേൾ ഓഫ് എന്ന് പറയുന്നത് -3y²i + 2zj + 2k. സോ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ നമുക്ക് കിട്ടിയ കേൾ ഓഫ് ഡോട്ട് n വെക്ടറിന് പകരം k ds. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ നമുക്കിവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാനായിട്ട് റൈറ്റ് സൈഡിൽ i കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ i.i എടുക്കാനില്ലാത്തതുകൊണ്ട് അത് 0, j.j എടുക്കാനില്ലാത്തതുകൊണ്ട് അതും 0. പിന്നെ ഉള്ളത് 2 × 1 മാത്രമാണ്, അത് 2 എന്ന് വരും. 2 കോൺസ്റ്റൻറ്റ് പുറത്തോട്ട് എടുക്കുക. 2 × ഏരിയ ഓഫ് സിഗ്മ. അതായത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ സിഗ്മ ds എന്ന് പറയുന്നത് സിഗ്മയുടെ ഏരിയ ആണ്. നമ്മുടെ സിഗ്മ ആരാണ്? യൂണിറ്റ് സർക്കിൾ വിത്ത് റേഡിയസ് 1. സോ πr² π × 1² വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2π.